നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതൊരു ചെറിയ മിസ്റ്റേക്ക് അല്ല സംഭവിച്ചിരിക്കുന്നത്. സോറി, എക്സ്ട്രീംലി സോറി. നന്ദിനി ദേവി ക്യാൻസർ പേഷ്യന്റ് അല്ല. അയ്യോ, പറ്റിയോ? എനിക്കൊന്നുമില്ല. അവരൊക്കെ ആരാ? എന്തിനാ അവര് നമ്മളെ? അറിയില്ല ഇവരാരാണെന്ന്. അവൾക്കൊന്നും പറ്റിയില്ലല്ലോ. വല്ലതും പറ്റിയോ വല്യമ്മാവ? ഇല്ല മോനോ, ഒന്നുമില്ല. ഈ ഒരു അറ്റാക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. വാ, കാർ കയറാ, ഞാൻ പുറകെ ഉണ്ട്. വാ വാ മോളെ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. യെസ്. ഇരിക്കൂ, പറയൂ. അല്പം സീരിയസ് ആയ ഒരു മാറ്റർ ആണ് ഡോക്ടർ. കേൾക്കട്ടെ. ഡോക്ടർ, ഇത് പല സ്കാനിംഗ് സെന്ററുകളിൽ നിന്ന് നന്ദിനി ദേവിയെ സ്കാൻ ചെയ്ത റിപ്പോർട്ടുകളാണ്. ഇതിലൊന്നിലും നന്ദിനി ദേവിയുടെ വയറ്റിൽ ക്യാൻസറസ് ആയ ഗ്രോത്തുകൾ കാണുന്നില്ല. പക്ഷേ ഇവിടുന്ന് സ്കാൻ ചെയ്ത റിപ്പോർട്ടിൽ മാത്രം നന്ദിനി ദേവിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറയുന്നു. ഇതെന്താ ഇങ്ങനെ? തരൂ. എങ്ങനെ മാപ്പ് പറയണമെന്ന് എനിക്കറിയില്ല കാർത്തിക് സാർ. ഇതൊരു ചെറിയ മിസ്റ്റേക്ക് അല്ല സംഭവിച്ചിരിക്കുന്നത്. സോറി, എക്സ്ട്രീംലി സോറി. നന്ദിനി ദേവി ക്യാൻസർ പേഷ്യന്റ് അല്ല. പക്ഷേ ഡോക്ടർ, ഈ റിപ്പോർട്ട് എന്താ ഇങ്ങനെ?
അതെ, അതാണ് ഞാനും ആലോചിക്കുന്നത്. പേഷ്യന്റിന്റെ മാനസിക നില തകർക്കുന്ന അതിഗുരുതരമായൊരു വീഴ്ചയല്ലേ ഈ സംഭവിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന് പിന്നിൽ എന്തോ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ട് ഡോക്ടർ. നന്ദിനി ദേവി സ്കാൻ ചെയ്ത് ഈ റിപ്പോർട്ട് തന്നത് ആരാണ്? അവിടെ നിന്ന് 2 പേരായിരുന്നു. അതിലൊരാളാ തന്നത്. പേരറിയില്ല. സ്റ്റാൻലിയും സതീഷും. അങ്ങനെ 2 പേരാ അവിടെ ഉള്ളത്. ഞാൻ അവരെ വിളിപ്പിക്കാം. ഹലോ, ലാബല്ലേ? ഞാൻ ഡോക്ടറാണ്. അതെ, ലാബിലുള്ള 2 പേരും എത്രയും പെട്ടെന്ന് എന്റെ റൂമിലേക്ക് വരണം. നന്ദിനി ദേവിയെ കുറിച്ചുള്ള റിപ്പോർട്ട്സാണ് എനിക്ക് അറിയേണ്ടത്. മനസ്സിലായല്ലോ? ഇപ്പൊ വരും. അവന്മാര് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാ പണി കിട്ടും. പോരെങ്കിൽ ACP അയാള് ആ കാർത്തിക്ക് മുങ്ങിയേക്കാം. അല്ലെങ്കിൽ തടി കേടാവും. മാഡം. യെസ്. ഡോക്ടറിനെ വിളിച്ചിരുന്നു. നന്ദിനി ദേവിയുടെ സ്കാനിംഗ് റിപ്പോർട്ടാണിത്. രോഗമില്ലാത്ത ഒരാളെ രോഗിയാക്കി, അതും ക്യാൻസർ. ആരുടെ കൊട്ടേഷൻ ഏറ്റെടുത്തോണ്ടാ നിങ്ങൾ ഈ റിപ്പോർട്ട് തിരുത്തി എഴുതിയത്? മേഡനെ തെറ്റിദ്ധരിച്ചിരിക്കുക. നന്ദിനിയുടെ സ്കാനിംഗ് റിപ്പോർട്ട് തിരുത്തി കൊടുത്തത് ഞാനല്ല. നിങ്ങളല്ലേ? അല്ല. ഡോക്ടർ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് തിരുത്തി എഴുതിയത് പിന്നെ ആരാണ്? സ്റ്റാൻലി ആയിരിക്കും. മറ്റാരും ലാബിലില്ലായിരുന്നല്ലോ. സ്റ്റാൻലി എവിടെ? അവനൊരു 10 മിനിറ്റ് മുമ്പ് ലാബിലുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നിരുന്നു. എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് പുറത്തുപോയി. അയാള് വന്നാലുടൻ എന്നെ കണ്ടിട്ട് ഡ്യൂട്ടിക്ക് കയറിയാൽ മതിയെന്ന് പറയണം. ശരി മാഡം. അവൻ ഇനി വരാൻ സാധ്യതയില്ല ഡോക്ടർ. പിടി വീണു എന്നറിഞ്ഞ് അവൻ മുങ്ങിയതാ. അവനെ ഞാൻ വെറുതെ വിടത്തില്ല. അവനെ ഇനി എനിക്ക് വിട്ടേക്ക്. അവന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നന്ദിനി ദേവിക്ക് ഒരു രോഗവുമില്ല. ഇങ്ങനൊരു വീഴ്ച പറ്റിയതിൽ ഞാൻ വല്ലാതെ ഖേദിക്കുന്നു. ഇറ്റ്സ് ഓക്കെ ഡോക്ടർ. വല്യമാവനും മീനാക്ഷിയും പൊയ്ക്കോ, ഞാനങ്ങ് വന്നേക്കാം. താങ്ക് യു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.